8 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ അങ്ങനെ മൂകാംബിക അമ്മയെ കാണാനായിട്ട് ഇറങ്ങി തിരിച്ചു കേട്ടോ. ഒരുപാട് തവണ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയൊരാഗ്രഹമാണ് മൂകാംബിക അമ്മയെ കാണുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തവണ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്തു. പെട്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ മൂകാംബികയിലോട്ട് യാത്ര അങ്ങ് തുടങ്ങി. ആദ്യം നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ആണ് നമ്മൾ പോയത്. അവിടെ റൂം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീപതി പ്രയാഗ് എന്നുള്ളൊരു ഹോട്ടലിലായിരുന്നേ. നല്ല റൂമായിരുന്നു. വെറും 1200 രൂപയ്ക്കാണ് ആ ഒരു AC ബാൽക്കണിയുള്ള റൂം നമുക്ക് കിട്ടിയിരുന്നത്. അഗോഡ സൈറ്റ് വഴിയായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ അവിടെ കയറി കുളിച്ച് ഭഗവാനെ പോയി തൊഴുതിന് ശേഷം പിറ്റേന്ന് രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ മൂകാംബികയിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മമ്മിയോട് ഭഗവാനെ കാണാതെ പോയിട്ടില്ല. അങ്ങനെ ഭഗവാനെ കണ്ട് പ്രസാദവും നേർച്ചയൊക്കെ നടത്തിയതിന് ശേഷം ഞങ്ങൾ അവിടെ അടുത്തുള്ള ഗോകുലം റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ മൂകാംബികയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ ഇവിടുന്ന് നല്ല ദൂരമുണ്ട് മൂകാംബികയിൽ, രാത്രിയിലേ എത്തുകയുള്ളൂ. എങ്കിലും ഞങ്ങൾ പതിയെ അങ്ങനെ യാത്ര തുടങ്ങി. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും മൂകാംബികയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ ഇടുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.